ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 വ്യാഴാഴ്ച തിരുത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയകുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. വിപിൻ ദാസിന്റെ തിരക്കഥയിൽ സാബിൻ എസ് എ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഹാഷിർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോയി, വിനായക്, അൽഫോൺസ് പുത്രൻ, സുധീഷ്, വിജയ് ബാബു എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ബുക്ക് മൈ ഷോയിൽ വമ്പൻ ട്രെൻഡിങ് കാണിക്കുന്ന ഈ സിനിമ ആദ്യ ദിവസം പ്രീ സെയിലായി നേടിയെടുത്തത് 1,68,00,000 രൂപയായിരുന്നു. രണ്ടാം ദിവസം കേരള പ്രീ സെയിൽ 1,93,00,000 രൂപയുമാണ്. എന്നാൽ മൂന്നാം ദിവസം എന്ന ശനിയാഴ്ച പ്രീ സെയിലിലൂടെ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത് 3,76,00,000 രൂപയാണ്. അതായത് ആദ്യ ദിവസവും രണ്ടാം ദിവസവും നേടിയെടുത്ത പ്രീ സെയിലിൻ്റെ ഇരട്ടിയോളമാണ് മൂന്നാം ദിവസം എന്ന ശനിയാഴ്ച കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ കേരളത്തിൽ 5,70,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 10,90,00,000 രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 22 കോടി റേഞ്ചിലുമാണ്. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഈദ് റിലീസായി മാർച്ച് 19 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ആട് 3. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, സണ്ണി വെയിൻ, വിജയ് ബാബു, ധർമ്മജൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 16ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 79,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ 49,22,00,000 രൂപയാണ് 16 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ 16 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 118 കോടിക്ക് മുകളിലാണ്. 17ാം ദിവസമായിരുന്ന ശനിയാഴ്ച പ്രീ സെയിലിലൂടെ ഈ സിനിമ 35,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി നായകനായി ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 24 തീയതിയിലെത്തിയ മലയാള സിനിമയാണ് പ്രതിച്ഛായ. ചിത്രം 9ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 18,05,000 രൂപയാണ്. അങ്ങനെ 4,67,00,000 രൂപയാണ് കേരളത്തിൽ 9 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 7,90,00,000 റേഞ്ചിലുമാണ്. സജിൽ മാമ്പാട് സംവിധാനം ചെയ്ത് മാർച്ച് 27 തീയതിയിലെത്തിയ മലയാള സിനിമയാണ് ഡെർബി. സാഗർ സൂര്യ, ആദം സാമ്പിക്, അല്ലമീൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 4,30,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമ കേരളത്തിൽ 1,11,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. RS ദുരൈ സെന്തിൽകുമാർ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ഏപ്രിൽ 3 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ലീഡർ. ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ രജന്റെ ശരവണൻ, ആൻഡ്രിയ ജെറമിയ, സന്തോഷ് പ്രതാപ്, പായൽ രജപുത് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 1,06,000 രൂപയാണ് കളക്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ 85 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ കളക്ഷനായി ആദ്യ ദിവസം 1,10,00,000 രൂപ നേടിയെടുത്തിട്ടുണ്ട്. ഇന്നലെ ഏപ്രിൽ 3 തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് ബൈക്കർ. അഭിലാഷ് ഷെട്ടി കർക്കാര തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഷർവാനന്ദ്, മാളവിക നായർ, രാജശേഖർ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,18,000 രൂപയാണ്. തെലങ്കാനയിൽ 1,61,00,000, ആന്ധ്രാപ്രദേശിൽ 1,06,00,000 എന്നിങ്ങനെ 2,67,00,000 തെലുങ്ക് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ട്. കർണാടകയിൽ 37,00,000, തമിഴ്നാട്ടിൽ 15,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3,00,000 എന്നിങ്ങനെ 3,22,00,000 രൂപയാണ് ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷനായി ഇന്ത്യയിൽ നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് $86,000 അതായത് 79,66,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി 4,02,00,000 രൂപയാണ് ബൈക്കർ എന്ന തെലുങ്ക് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. പകിടകളി എന്നൊരു മലയാള സിനിമ ഇന്നലെ ഏപ്രിൽ 3 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. നിഷാദ് ഹസൻ സംവിധാനം ചെയ്ത ഈ സിനിമ പൂർണ്ണമായും ഐഫോണിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ദേവസൂര്യ, ടിറ്റോ വിൽസൺ, രജിത മുകുന്ദൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 1,52,200 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.